ഏറ്റവും സിമ്പിളായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ പൂക്കളും വരും. കുറേ നാൾ കൂടുതൽ നാൾ ആ പൂ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചെടി തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാവുന്നത് ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചാട്ടോ. കാരണം അതൊന്ന് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേനും തന്നെ ആ ചെടി നിറഞ്ഞ് പുതിയ തൈകൾ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ നോക്കിയിട്ട് വലിയൊരു കഷ്ടപ്പാടില്ലാതെ വളർത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നടക്കുകയില്ല എന്നുള്ള ഉറപ്പുള്ളവർക്ക് പറ്റിയൊരു ചെടി തന്നെയാണ്. വലിയൊരു കെയറിങ് വേണ്ട. കാരണം നമ്മൾ ആ നടുന്ന സമയത്ത് മാത്രം കാര്യപ്പെട്ട ഒരു പോട്ടിങ്സ് നൽകി കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയൊരു ശ്രദ്ധ കൊടുത്തില്ലേലും അതുപോലെ വെള്ളം കൊടുത്തില്ലേലും പിന്നെ മഴയാണേലും കുറേയൊക്കെ അതിജീവിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കേട്ടോ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. എന്തായാലും ഞാൻ കുറേ കളക്ഷൻ പുതിയതായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെയും ഞാൻ നേഴ്സറിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പം പെരുമഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് മാറ്റി നടാതിരുന്നതാണ്. ആ സമയത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷെഡിലേക്ക് മാറ്റി വെച്ചാൽ തന്നെ കൂടുതൽ വില ചീച്ചിലൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഫ്ലവറിങ് കാലം എന്ന് പറഞ്ഞാലും അതൊരു രസം പിടിച്ച പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇത് പൂവിടുന്നത്. ഒരുമാതിരിപ്പെട്ട ചെടിയൊക്കെ മഴക്കാലം ആകുമ്പോഴത്തേനും പൂവൊക്കെ നിർത്തി ഒന്ന് പതുക്കെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഇരിക്കും. ഇത് നേരെ തിരിച്ചാ. ഈ പുള്ളിക്കാരന്മാർക്ക് മഴക്കാലം ഇഷ്ടമെന്ന് തോന്നുന്നു. എന്തായാലും ആ സമയത്ത് നിറച്ച് പൂട്ടുണ്ടാവും. ഈ പറഞ്ഞ ഒരു വളം കൊടുത്തില്ലേ പോലും അത്യാവശ്യം പൂട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം ശ്രദ്ധിക്കുന്നവർക്ക് അടുത്താണെങ്കിൽ നല്ല പോലെ പൂവും ഉണ്ടാവും കേട്ടോ. ചെറിയ തോതിലൊരു വെയിൽ മതി കേട്ടോ. ഒത്തിരി വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അങ്ങ് പഴുത്തു വരും. അത് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ഉണങ്ങിയിട്ട് അതങ്ങ് പോകും. പിന്നെ പൂവിടാനും കുറച്ച് മടിയൊക്കെ കാണിക്കുവേ. അതുകൊണ്ട് തന്നെ ഒരു സെമി ഷെയ്ഡിലുള്ള രീതിയിൽ അങ്ങോട്ട് ചെടി വെച്ചാൽ മതി. ഈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അന്നേരം കൊണ്ടുപോയി പുറത്ത് വെക്കരുത്, ഷെഡിൽ വെക്കണം. അതിപ്പോൾ ഏത് ചെടിയാണേലും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോഴും നടുന്ന സമയത്ത് നട്ടിട്ട് അതിനൊരു ജീവൻ പിടിച്ച് കിട്ടുന്നവരെയും എന്തായാലും ഷെഡിൽ വെക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും നനയാത്ത സ്ഥലം നോക്കി വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈ മേടിക്കുവാണെങ്കിലും നമുക്ക് അധികം പൈസയൊന്നും വരുത്തുമില്ല. കാരണം നമ്മൾ സാധാ നല്ല ഒറിജിനൽ ഓർക്കിഡ് വാങ്ങുവാണെങ്കിലുണ്ടല്ലോ ഭയങ്കര പൈസയായിരിക്കും. അത് മാത്രമല്ല അത് കെയർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. കാരണം അതിന് നനവോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് എന്തായാലും കൂട്ടിയാൽ കൂടുന്ന കേസ് കേട്ടല്ലേ പിടിക്കാൻ പാടുള്ളൂ. ഈ ചെടിച്ചട്ടി നിറഞ്ഞു പൂ വേണമെന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ട് വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിറഞ്ഞു പൂത്തോളൂ കേട്ടോ.